എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, ഈ കിഴി റിയാക്ഷനാണ് മാർക്കോ സിനിമയുടെ സക്സസ് ട്രailer എത്തിയിട്ടുണ്ട്. നമ്മൾ കാത്തിരുന്ന മുതലായിട്ടത്. അതായത് സിനിമന്റെ മുമ്പേ നമ്മൾ കാത്തിരുന്നതാണ് ട്രailer. ഒടുവിൽ നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇതുപോലൊരു ഐറ്റം ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുന്നേ വന്നിട്ടുണ്ടായിരുന്നുള്ള അവസ്ഥ ആലോചിച്ചു. പൊന്നോ, തകർത്തേനെ, ആഘോഷിച്ചേനെ. എന്തായാലും ഇപ്പോഴും നമുക്ക് ആഘോഷിക്കാം. ആഘോഷിക്കാനുള്ള സംഭവങ്ങളാണല്ലോ പുറത്തു വരുന്നത്. പിന്നെന്താ, ബോളിവുഡിലെ തൂക്കിയടി, മലയാളത്തിൽ ആൾറെഡി തൂക്കിയടി തുടങ്ങിയിട്ട് കുറച്ച് സമയമായി. അതായത് 20-ാം തീയതി തുടങ്ങിയതാണ്, നടന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി അടുത്ത വർഷത്തിലേക്ക് അത് കടക്കും. തമിഴിൽ വരുന്നുണ്ട്, തെലുങ്കിൽ വരുന്നുണ്ട്, അവിടെയും ഇത് തുടരും. പിന്നെ വേറെ കാര്യമുണ്ട്, ഒരുത്തൻ ഞങ്ങളെ പിറകെ കൂടിയിരിക്കുകയാണ്. അതായത് നിങ്ങൾ അപ്പപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നവരാണെന്ന് പറഞ്ഞിട്ട് ഒരൊറ്റ ഡയലോഗാണ് പറയാനുള്ളത്. ഞങ്ങൾ അന്തം ഫാൻസ് അല്ല. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവരും ഇഷ്ടമാണ്. എനിക്ക് ജലദോഷമാണ്. പറഞ്ഞോ. അതായത് ഞങ്ങൾക്ക് എല്ലാ നടന്മാരെ ഇഷ്ടമാണ്. അല്ലാണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരാളെ മാത്രം ഏത് സമയം പൊക്കിക്കൊണ്ട് നടക്കണ അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ നോക്കിയിട്ട് കാര്യമില്ല. സത്യമായിട്ടും ഉള്ള കാര്യം പറഞ്ഞതിന് ഒരു കുഴപ്പമില്ല. അങ്ങനത്തെ ഒരു ചാനലല്ല ഇത്. ഇതിനകത്ത് എല്ലാ സിനിമകളെ കുറിച്ചും എല്ലാവരും ഇത് വരും. ഇപ്പം നമ്മളൊരു സിനിമ വരുന്നു, ഇപ്പം മലയാള സിനിമ വന്നു മാർക്കോ, ഇതിനെക്കുറിച്ച് ഇത് കാണുമ്പോഴാണ് പലർക്കും കുരു പൊട്ടുന്നത്. അത് വേറെ സത്യം. പൊട്ടുന്നവരുണ്ടെങ്കിൽ പൊട്ടത്തേ ഉള്ളൂ. കാരണം നല്ലൊരു സിനിമ വന്ന് അത് നമ്മുടെ മലയാള ഇൻഡസ്ട്രീനെ എവിടെ വരെ എത്തിക്കാൻ പറ്റുമോ ആ ഒരു ലെവലിൽ എത്തിച്ചു നിൽക്കുമ്പോൾ ആ സിനിമേൻ്റെ കൂടെ തന്നെ ഞങ്ങൾ സഞ്ചരിക്കും. ഇനി അടുത്ത ഉണ്ണിമുഖം സിനിമ വരുമ്പോൾ പൊട്ടിയാൽ അത് മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ ഞങ്ങൾ പറയും. ജയ് ഗണേശത്തിന് മുൻപ് വന്ന സിനിമയല്ലേ? അതെ. ഞങ്ങളുടെ അഭിപ്രായം എന്തായിരുന്നു? മോശം. ഇതുപോലെ തുടർച്ചയായിട്ട് വീഡിയോ ഇട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. ആരെങ്കിലും ഇതുപോലെ തന്നെ, അതായത് യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ ഇത്രയും വീഡിയോസ് ഒന്നുണ്ടോ? ആരെങ്കിലും ആഘോഷിച്ചിട്ടുണ്ടോ ജയ് ഗണേഷ്? ഒരിക്കലും ഇല്ല. ഇത് അത്രേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങളിപ്പോ ആള് പറഞ്ഞ പോലെ നമുക്ക് അങ്ങനെ ഒരാളുടെ പുറകെ തന്നെ ചത്ത് കിടക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞങ്ങൾ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഞങ്ങൾ ഇന്ന ഒരു നടന്റെ കട്ട ഫാൻസ് ആണ് എന്നുള്ള രീതിയിൽ? ഞങ്ങൾ ആ ആളുടെ മാത്രം ഫാൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഞങ്ങൾ മമ്മൂട്ടിയെ ഇഷ്ടപ്പെടുന്നു, മോഹൻലാലിനെ ഇഷ്ടപ്പെടുന്നു, ദുൽഖറിനെ ഇഷ്ടപ്പെടുന്നു, ഉണ്ണിമുഖനെ ഇഷ്ടപ്പെടുന്നു, ടോവിനെ ഇഷ്ടപ്പെടുന്നു, നിവിൻ പോളിനെ ഇഷ്ടപ്പെടുന്നു. ഇനിയിപ്പോൾ എല്ലാവർക്കും പറയേണ്ടത് എല്ലാവരും ഇഷ്ടപ്പെടുന്നു. ഞങ്ങൾ വിജയ് ഫാൻസ് ആണ് എന്നുള്ള രീതിയിൽ കുറച്ച് ആൾക്കാർ വിശ്വസിച്ച് നടക്കുന്നുണ്ട്. ഞങ്ങൾ വിജയ് ഫാൻസ് ആണെന്ന് എപ്പോഴും പറഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ വിജയ് ഫാൻസും കൂടിയാണ് എന്നേ പറഞ്ഞിട്ടുള്ളൂ. അത്രേ ഉള്ളൂ. അതെ. ഇതിപ്പോ വേറെ കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പം ലാലേട്ടൻ ഫാൻസ് ഇപ്പം കഴിഞ്ഞ ദിവസം ബാറോസ് വന്നു. ബാറോസ് മോശമായതുകൊണ്ട് മോശമാണെന്ന് പറഞ്ഞു. ഇത് കണ്ടു കഴിയുമ്പോഴത്തേക്കും കുറച്ച് ടീമുണ്ട് അങ്ങ് തുടങ്ങും. ഞാൻ കുറേ കമന്റുകൾ നമ്മൾ എല്ലാ കമന്റും ഞങ്ങൾ വായിക്കാറുണ്ട് കേട്ടോ, അത് വേറെ സത്യം. അപ്പൊ അതിനകത്ത് കുറച്ച് കമന്റാണ് ലാലേട്ടൻ സിനിമകൾ സെപ്പറേറ്റ് ആയിട്ട് ഇവരിങ്ങനെ മോശമായിട്ട്. ഏത് സിനിമയാണ് ലാലേട്ടൻ്റെ നല്ലത് വന്നത്? ഒന്ന് പറഞ്ഞു തരണം. ഈ പറഞ്ഞ ആൾക്കാരെ ഒന്ന് പറഞ്ഞു തരണം. ശരിക്കും ഒരു ഭേദപ്പെട്ട സിനിമയെ വന്നത് നേരാണ്. അത് അതിനുള്ള വിജയം അത് കൊണ്ടുപോയിട്ടുണ്ട്. അതിന്റെ റിവ്യൂ ഞങ്ങൾ അതിനനുസരിച്ചുള്ള അതിന് സ്പെഷ്യൽ വീഡിയോസ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ റിവ്യൂ ഇതാ ഇപ്പോഴും ചാനൽ കിടക്കണം, ഒന്ന് എടുത്തു നോക്കിയാൽ മതി. നേരെന്ന് പറഞ്ഞ സിനിമയ്ക്ക് നമ്മൾ റിവ്യൂ ഇട്ടത് എങ്ങനെയാണ്. പിന്നെ ജയിലറാണ് അത്യാവശ്യം ഹിറ്റായ സിനിമ. അതൊക്കെ ഞങ്ങൾ ആഘോഷിക്കുകയായിരുന്നു. അതൊക്കെ എത്ര പറഞ്ഞാലും പിന്നെയും ഇതാണ് അല്ലെങ്കിൽ ഒരു മോശം പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും പ്രേക്ഷകർ അവരുടെ ഒരു ഇത് കാണിക്കുന്നതാണ്. അത് എല്ലാവരും ഒന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഈ അന്ധമായിട്ട് വിശ്വസിച്ച് നടക്കുന്ന കുറച്ച് ടീം. പിന്നെ അതുപോലെ തന്നെ എല്ലാവരും അത് ഒട്ടുമുക്ക ആൾക്കാരും പറയുന്ന ഒരു സംഭവം, നിങ്ങൾ ഹൈപ്പ് കൊടുക്കല്ലേ. ഇപ്പൊ ലാലേട്ടന്റെ സിനിമ വരിക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഹൈപ്പ് കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ നല്ല സംഭവങ്ങൾ കാണുമ്പോൾ നമ്മൾ പറയാണ്ടിരിക്കാൻ പറ്റും. ഈ ഒരു സാധനത്തിന് എനിക്ക് വേറൊരു കാര്യം പറയണ്ടേ. അതായത് മാർക്കോ സിനിമ ഇപ്പോ ബോളിവുഡിൽ ഭയങ്കരമായിട്ട് ഓളം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു വിഭാഗം ആൾക്കാർ പറയാണ്, ശരിക്കും ഇത് ഇറങ്ങുന്നതിന് മുൻപേ ഇതിനേക്കാൾ അപ്പുറത്തേക്ക് ഇത് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്ത് ഇതിനെ ഭയങ്കരമായിട്ട് ഹൈപ്പ് കൊടുത്തിരുന്നെങ്കിൽ ഇതിനേക്കാളും വലിയ സിനിമയായി മാറിയനെ. അപ്പോൾ അത് കുറഞ്ഞു പോയിന്ന്. ഇപ്പോൾ ഇതാണ് പല വിഭാഗമാണ്. അവർക്ക് അപ്പൊ എന്താണ് അവർക്ക് തോന്നുന്ന മനസ്സിൽ അതങ്ങ് പറയാ. അതായത് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും ഒരു സംഭവം അവർക്ക് പേഴ്സണലി ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും സിനിമയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലോ വിജയിക്കുന്നോ അങ്ങനെ എല്ലാം കണ്ടു കഴിഞ്ഞാൽ അപ്പൊ തുടങ്ങും. ഇതാണ് പ്രശ്നം. ഇതിപ്പോ ഇതിന് മറുപടി കൊടുക്കാൻ കാരണം ഇത് മെസ്സേജിലുണ്ട്, കമന്റ്സിലുണ്ട്. കമന്റ്സിലിടുന്ന ആള് വേറെ ആളെന്ന് തോന്നുന്നു. എന്തായാലും മെസ്സേജ് അയ്യോ ഭീകരാണ്. അതുകൊണ്ടാണ് ഇതിനൊരു മറുപടി കൊടുക്കാന്ന് കരുതിയത്. ഭയങ്കര ശക്തമായി അല്ല ഞാൻ വേറൊന്നും കൊണ്ടല്ല, ആരോടും നമുക്ക് ദേഷ്യമുള്ളത് കൊണ്ടൊന്നല്ല. പക്ഷെ ഞങ്ങൾ എന്താണോ ചെയ്യുന്നത് അത് മനസ്സിലാക്കാതെയാണ് ഇങ്ങനത്തെ വർത്താനങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ്. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ചാനൽ. എന്തായാലും ഒരാളോട് പ്രത്യേക താല്പര്യവും ഒരാളോട് പ്രത്യേക വിദ്വേഷവും നമുക്കില്ല. എല്ലാവരും ഞങ്ങൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്നു. അവർ ചെയ്തു വെക്കുന്ന വർക്കിലാണ്
നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നത്. നല്ലത് വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അത് ഏത് നടനൊന്നുമില്ല, നല്ല സിനിമയാണെങ്കിൽ അതുകൊണ്ട് തന്നെ പോകും. അത് അവരുടെ കൂടെ തന്നെ നമ്മൾ നിൽക്കും, അത്രേ ഉള്ളൂ. ഓക്കെ, എന്തായാലും നമുക്ക് സക്സസ് ട്രailer കാണാം. കഥ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യം പറഞ്ഞു ജലദോഷമായി എന്ന് പറഞ്ഞ് ഞാനിവനെ ഇറക്കി വിട്ടതാണ്. എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞത്? ഓക്കെ. മരണം വരുമൊരു ഓർക്കുകമർത്യാനീ കൂടെ പോരും നിൻ ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക നീ അലസത കൂടാതെ. മോനെ, എന്തിനും മടിക്കാത്ത ജോർജിന് തീർച്ചയായിട്ടും ഭയക്കും. എന്നാൽ അവിടെ ഒരു നായും an obedient pitbull, ദത്ത് സഹോദരൻ മാർക്കോ, a born criminal. Killing you is very easy, Marco. ഈ വേദന നീ അറിയണം. ഈ കാര്യം നമ്മുടെ കളത്തിൽ നിന്നാണെങ്കിലും അവനെ കൊണ്ട് ജോർജ് സയനൈഡ് കുടിപ്പിക്കും. ജോർജിനെ പോലെയല്ല മാർക്കോ. He can and will go to the extent. ആട്ടിൻകുട്ടികാലത്ത് മാംസം ഭക്ഷിച്ചവർ അറിയണം, അതിനും ഒരു ഇടയനുണ്ടായിരുന്നു. ഉത്തരം കൊടുക്കേണ്ടി വരും. ഈ സാധനമൊക്കെ സിനിമ ഇറങ്ങുന്നതിന് മുന്നേ വന്നായിരുന്നെങ്കിൽ എൻ്റെ അമ്മേ തീപ്പൊരി ഐറ്റം. എന്താണ് അതിന്റെ മൂടി തുടങ്ങുമ്പോ ആ സോങ്, സിദ്ദീഖിന്റെ ആ സോങ് സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ തന്നെ ആ ഒരു സോങ് ഒരു വേറൊരു ഫീലിലോട്ട് നമ്മളെ കൊണ്ടുപോവാ. ഭയങ്കര ഫീലാണ് ആ സോങ്. പിന്നെ ആ സമയത്ത് സിദ്ദീഖിന്റെ പാടുമ്പോൾ ആ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് ശരിക്കും ഒരു വല്ലാത്തൊരു സംഭവമാണ്. അതായത് ഉള്ളിൽ നിന്ന് ശരിക്കും, അതായത് ആള് ചെയ്തു വെച്ച തിന്മകളും ചെയ്ത പല തെറ്റുകളും ഉണ്ടാവാം. അപ്പൊ അതൊക്കെ ആളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നു. അതിനുശേഷം ഇപ്പൊ സംഭവിച്ചത് അത് ഭീകരമായുള്ള കൊടൂരമായ സാധനമാണ്. അപ്പൊ അത് മനസ്സിലേക്ക് വന്നിട്ടുണ്ടാവാം. എന്നിട്ടാണ് ആ സോങ് പാടുന്നത്. ആ ഒരു ഫീൽ അവിടെ ശരിക്കും കാണാം. ആ പാട്ടില് തന്നെ ആ ഒരു വിറയലൊക്കെ കൊടുത്തിട്ട് ഉൾക്കൊണ്ട് പാടാ അത്ര ആ സീൻ, അത് ഇത്രയും ഭയങ്കര ഫീൽ ചെയ്യിപ്പിക്കുന്നത് മൂപ്പരുടെ പാട്ടും കൊണ്ട് തന്നെ. ഒരു യൂസ് ചെയ്തിരിക്കുന്ന ആ ഒരു ഇതുണ്ടല്ലോ, എന്തായാലും പറയാ, ഒരു ഇടർച്ചയൊക്കെ ആ സാധനം ഉള്ളതുകൊണ്ടാണ് അത് അത്ര നമുക്ക് ഫീൽ ചെയ്യുന്നത്. എന്തൊരു കിടിലനായിട്ടാണ് അതിന്റെ കട്ടിങ്സ് ട്രെയിലറിന്റെ ഇതിട്ടു. അതിനുശേഷം ആളെ കുറിച്ചാണ് വേറെ ആൾക്കാർ ബിൽഡപ്പ് കൊടുക്കുന്ന സാധനമാണ് ഇട്ടിട്ടുള്ളത്. എന്നിട്ട് ആളുടെ ക്യാരക്ടർ കാണിക്കുന്നു. ശേഷം സിദ്ദീഖ് പറയുന്നു, അതായത് ജോർജ് പീറ്റർ പറയുന്നു, ആടിൻ്റെ മാംസം കഴിച്ചവർ അറിയണം, അതിനൊരു ഇടയനുണ്ടായിരുന്നു, അതിന് ഉത്തരം കൊടുക്കേണ്ടി വരുമെന്ന്. അതിനുശേഷം ഇടയനെ കാണിക്കുന്നു. അതിന് വേറൊരു ബിൽഡപ്പും കൊടുത്തിട്ടുണ്ട്. അതായത് അവിടെ ഒരു പട്ടി, ഒരു നായ ഉണ്ടെന്ന്, എന്ത് പിറ്റ്ബുള്ള അങ്ങനെ എന്തോ ഒരു പേരും പറയുന്നുണ്ട്. എന്താ സാധനം, അമ്പോ ഒരു രക്ഷയില്ലാട്ടോ, ഭീകര സാധനം. ടീസറൊന്നും ഒന്നുമല്ല ഇതിന്റെ മുന്നില്. ടീസർ കിടലായിരുന്നു, അതൊന്നും ഒന്നുമല്ല ഈ ട്രെയിലറിന്റെ മുന്നില്. ശരിക്കും ഇത് സത്യമായിട്ട് ഭയങ്കര മിസ് ചെയ്യുന്നു കേട്ടോ. ഈ സാധനം അന്ന് കിട്ടണമായിരുന്നു, മുന്നേ കിട്ടിയിരുന്നെങ്കിൽ കൊറേ കെഞ്ചിയതാ ഞങ്ങള്. ഇതൊക്കെ അന്ന് കിട്ടിയായിരുന്നെ അർവാദിച്ചേനെ, അല്ലെങ്കിൽ തന്നെ അർവാദിച്ചു കൊറേ ടീച്ചർ വെച്ചിട്ട്. ഇത് കിട്ടിയായിരുന്നെ കുറച്ചും കൂടി അർവാദിച്ചേനെ. നേരത്തെ ചോദിച്ച ചോദ്യമല്ലേ, ഏത് അപ്പപ്പ കാണുന്നവൻ അപ്പാന്ന് വിളിക്കുന്നവരാണെന്ന്. ഒന്നുകൂടെ വിളിച്ചോട്ടോ, ധൈര്യമായിട്ട് വിളിച്ചോ. ഈ മുതല് ഞങ്ങൾ ആഘോഷിക്കും. ഇതൊക്കെ ആഘോഷിച്ചില്ല പിന്നെ ഏതാണ് ആഘോഷിക്കുക? എന്താണ് ഈ 2024 ലാസ്റ്റില് നമുക്ക് കൊണ്ടേ തന്ന ഒരു മുതലുണ്ട്, അതൊരു മുതല് തന്നെ. അതിന്റെ മാർക്കോടെ മാർക്ക് അവിടെ തന്നെ ഉണ്ടാവും, അത് ഒട്ടും താഴൂല. നമ്മളിങ്ങനെ തല ഉയർത്തി പിടിച്ച് ശരിയടാ ഞങ്ങളുടെ സിനിമയടാ എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന സിനിമ. പിന്നെന്താ, എന്താണെങ്കിലും അടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇനി തമിഴ് നാളെ തെലുങ്കിൽ റിലീസാണ്, തമിഴില് 3-ാം തീയതി പൊളിക്കാം.
പൊളിച്ചടുക്കിയിരിക്കും. യെസ്. അപ്പം എന്തായാലും ഞങ്ങൾ പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം. യെസ്. സംഭവം കൊറിയയിൽ ഇറക്കിയാലോ നമുക്ക്? കൊറിയയിലും ഇറക്കാം. പിന്നെന്താ, ഞെട്ടട്ടോ എല്ലാരും ഞെട്ടട്ടെ. ഇത് കൊറിയക്കാര് ഇങ്ങനെ ഞങ്ങളുടെ ഒരു സ്റ്റൈലൊക്കെ ആണല്ലോ പിടിച്ചേക്കുന്നത്. ഞങ്ങളുടെ പരിപാടി ഇത്രക്കില്ലല്ലോ. ഓക്കെ ഓക്കെ. എത്രയിൽ നിൽക്കും? ഒരു 130? 150 150 ഒക്കെ എത്തുമായിരിക്കും.